എല്ലാ പ്രൊഫഷണൽ ആൾക്കാരും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ സാലറി എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഫോർ സർവൈവൽ ആയിരിക്കും, നമ്മുടെ ഡ്രീമിനുള്ള കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് നമ്മുടെ ഡ്രീം ഹൈ ആയിരിക്കും, പക്ഷേ ആ ഡ്രീമിനെ അച്ചീവ് ചെയ്യാനുള്ള സാലറി ഒന്നും 99% നമുക്ക് കിട്ടാറുമില്ല. മിക്കവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ, ഞാൻ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് പിന്നെ എപ്പോഴും ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവരും ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ അന്ന് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല ആയിരിക്കും എന്ന് നമ്മൾ മിക്കവാറും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. മീൻസ് അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ മാർക്കറ്റ് ഇപ്പം റിസെഷനോ അല്ലെങ്കിൽ ജോലി പോവോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് അത് അഫക്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും. ബിക്കോസ് നമ്മൾ ഒരു ഇൻകം സ്ട്രീം നമുക്ക് ബാക്ക് എൻഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട്. ഫിനാൻഷ്യലി സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണിത്. അവർ ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കും എന്തെങ്കിലും ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഡൗൺ ആണെങ്കിലോ, ബിക്കോസ് അവർ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്കൊരു റിസെഷൻ വരുമ്പോഴും ലേ ഓഫ് വന്നാലും ബിക്കോസ് അവരെ അത്ര അഫക്റ്റ് ആകത്തില്ല, അവർ ആ ടൈമിൽ റിയാക്റ്റും ചെയ്യാറില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്ത് തന്നാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം മെയിലായിട്ട് തന്നെ ഫോർവേഡ് ചെയ്ത് തരാം.